നമസ്കാരം. മന്ത്രിമാർ മാറി മാറി വന്നിട്ടും സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടും ഭരണം കൈമാറിയിട്ടും ഒന്നും കാര്യമില്ല. ജനങ്ങളുടെ ദുരിതം ഓരോ ദിവസവും കുന്നുകൂടുന്നതല്ലാതെ അതിന് യാതൊരു മാറ്റവും വരും. സർക്കാർ ഓഫീസുകളിലെ ചുവപ്പ് നാടയിൽ കുടുങ്ങി ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ മരണത്തിന്റെ കയറിൽ കുരുക്കുമുറുക്കേണ്ടി വന്ന നിരവധി മനുഷ്യരുണ്ട്. സാധാരണക്കാരന്റെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും സർക്കാർ എന്ന പേരിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിലെ സാധാരണക്കാരന്റെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളാണ്. ഓരോ വട്ടവും ആ പ്രതീക്ഷയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയുള്ള പ്രവൃത്തികളാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്ന് പറയാതെ വയ്യ. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് നിലമ്പൂർ ഉൾപ്പെടെയുള്ള ഉപതിരഞ്ഞെടുപ്പുകളിൽ പിണറായി സർക്കാർ നേരിട്ട വലിയ തിരിച്ചടിക്ക് കാരണം. ഓരോ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങേണ്ടി വരുന്നത് നീതി നിഷേധം തന്നെയാണ്. കടലാസിലും പേനയിലും നിന്ന് കമ്പ്യൂട്ടർവൽകൃത ഓഫീസുകളിലേക്ക് കൂടുമാറിയിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യസമയങ്ങളിൽ ഫയലുകൾ നോക്കി തീർപ്പ് കൽപ്പിക്കാത്തത് കൊണ്ട് അനിശ്ചിതത്വത്തിലാകുന്നത് ആയിരക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷകളാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചിട്ടും അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന സെക്രട്ടേറിയറ്റിൽ മാത്രം ഗതി കിട്ടാത്ത ജീവിതങ്ങൾ 3,18,441 എണ്ണമാണ്. ഏറ്റവും അധികം ഫയൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ ഭരണ വകുപ്പിലാണ്. 44,360 ഫയലുകൾ. രണ്ടാമത് പൊതുവിദ്യാഭ്യാസ വകുപ്പും മൂന്നാമത് റവന്യൂ വകുപ്പുമാണ്. വകുപ്പ് ആസ്ഥാനങ്ങളിലും ആയിരക്കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുന്നു. 2 വർഷം മുൻപ് 2 ഘട്ടമായി സർക്കാർ നടത്തിയ ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ 54.76% തീർപ്പാക്കിയിരുന്നു. ഇത്തവണ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ഇത്തരത്തിൽ ഫയൽ അദാലത്ത് നടത്തുകയാണ്. ലക്ഷ്യം നിശ്ചയിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റിൽ ഓരോ മാസവും തുറക്കുന്ന ഫയലുകളിൽ 30% പോലും ആ മാസം തന്നെ തീർപ്പാക്കുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. മെയിൽ സെക്രട്ടേറിയറ്റിൽ തുറന്ന 29,340 ഫയലുകളിൽ ആ മാസം തന്നെ തീർപ്പാക്കിയത് കേവലം 8,609 എണ്ണം മാത്രമാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപുള്ള 33,325 ഫയലുകൾ ഇപ്പോഴും തീരുമാനമാകാതെ അവിടെ തന്നെയുണ്ട്. ഈ വിഭാഗത്തിലും കൂടുതൽ തദ്ദേശം, പൊതുവിദ്യാഭ്യാസം, റവന്യൂ വകുപ്പുകളിലാണ്. പഴയ ഫയലുകളിൽ തൊടാൻ മടിക്കുന്ന വകുപ്പുകളുമുണ്ട്. സ്റ്റോർ പർച്ചേസ് വകുപ്പിലെ 225 പഴയ ഫയലുകളിൽ ഒന്നുപോലും കഴിഞ്ഞ മാസം പരിഗണിച്ചിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിന്റെ 4 വർഷം ഉൾപ്പെടെ കഴിഞ്ഞ 5 വർഷത്തിനിടെ തുറന്ന 2,18,347 ഫയലുകൾ ഇപ്പോഴും ഇഴയുന്നു. 2025 ഫയലുകളിൽ 46,038 എണ്ണം ബാക്കി ഇനിയുമുണ്ട്. ഫയൽ നീക്കം സംബന്ധിച്ച് കഴിഞ്ഞ 9 വർഷത്തിനിടെ പലപ്പോഴായി മുഖ്യമന്ത്രി മുന്നിലുള്ള ഓരോ ഫയലും ഓരോരുത്തരുടെ ജീവൽ പ്രശ്നമാണെന്നത് മനസ്സിലാക്കി അനുകമ്പയോടെ തീരുമാനങ്ങൾ എടുക്കണമെന്നും ചുവപ്പ് നാട എന്നത് നാട് ഭയത്തോടെ കാണുന്ന കാര്യമാണ്, അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ഫയലുകൾ മരിച്ച രേഖകളാകരുത്, തുടിക്കുന്ന ജീവിതമാകണമെന്നും ഉദ്യോഗസ്ഥർ പണവും പാരിതോഷികവും കൈപ്പറ്റുന്നത് മാത്രമല്ല ഫയൽ വൈകിപ്പിക്കുന്നതും അഴിമതിയായി കണക്കാക്കുമെന്നും ഉൾപ്പെടെ ജനങ്ങളുടെ ദാസരായാണ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ടതെന്നും സേവനം ജനങ്ങളുടെ അവകാശമാണെന്നും അതിനായി സർക്കാർ അധികാരത്തിലെത്തിയ വേളയിൽ ഓരോ ഫയലിനു പിന്നിലും ഒരു ജീവിതമുണ്ടെന്ന് ജീവനക്കാരെ ഓർമ്മപ്പെടുത്തിയത് എന്നുമൊക്കെ വാതോരാതെ പ്രസംഗിച്ചിട്ട് എന്ത് കാര്യമുണ്ടായി എന്ന് കൂടി വിലയിരുത്താൻ സർക്കാർ തയ്യാറാകണം. ജീവനക്കാരുടെ അനാസ്ഥയാണെങ്കിൽ പിരിച്ചുവിട്ടിട്ട് തൊഴിലില്ലാത്ത ലിസ്റ്റിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജോലി ചെയ്യാൻ കൂറും ഉത്സാഹവും ഉള്ളവരെ ജോലിക്കെടുക്കണം. അല്ല, ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിലുള്ള കുറവാണെങ്കിൽ കേരളത്തിലെ തൊഴിലില്ലായ്മയ്ക്ക് പിൻവാതിൽ വഴിയുള്ള നിയമനം നിർത്തലാക്കി വഴിയുണ്ടാക്കണം. പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് നികുതി പണവും വാങ്ങി ദുരിതാശ്വാസ നിധിയും വാങ്ങി അവരുടെ വോട്ട് കൊണ്ട് സർക്കാർ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് അവരെ അവർക്ക് വേണ്ട രീതിയിൽ പരിഗണിക്കാൻ ഇനിയും അറിയില്ലെങ്കിൽ രാജിവെച്ചിട്ട് ഇറങ്ങിപ്പോകണം സർക്കാരെ.